രചന ഗംഗോത്രി. ഭാഗം 58. രണ്ടുപേർ കാർത്തിയുടെ നേരെ പാഞ്ഞു വന്നു. കാർത്തി ഒരേ സമയം രണ്ടു കാലം ഉയർത്തി രണ്ടുപേരുടെയും നെഞ്ചിൽ ഒരുമിച്ച് ചവിട്ടി. അവർ പിന്നിലേക്ക് തെറിച്ചുപോയി. പെട്ടെന്നാണ് രാഘവനും പാർവതിയും അങ്ങോട്ടിറങ്ങി വന്നത്. അവർക്ക് പിന്നിൽ ചാർമിയും അംബികയും ഉണ്ടായിരുന്നു. ജാവേദ് ചാടി എഴുന്നേറ്റ് രാഘവൻ്റെ നേരെ പാഞ്ഞു. പിന്നെ കയ്യിലുണ്ടായിരുന്ന തോക്ക് രാഘവൻ്റെ നേരെ ചൂണ്ടി. അപ്പോഴാണ് രാമചന്ദ്രൻ അവരെ കണ്ടത്. അയാൾ ഒരു നിമിഷം വിറച്ചുപോയി. ഇവരെന്തിനാ ഇവിടെ വന്നേ? രാമചന്ദ്രൻ വേഗം അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും ഗംഗയും അവിടെ എത്തിയിരുന്നു. അവൾ വേഗം ആ തോക്ക് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ വയറിൽ ചവിട്ടി പിന്നിലേക്ക് വീഴ്ത്തി. എന്നിട്ട് അവൻ്റെ നെഞ്ചിൽ ചവിട്ടി. എന്താ, നമുക്ക് കളിക്കാടാ, നീ റെഡിയാണോ? അവൾ രണ്ടു കാലും അവൻ്റെ നെഞ്ചിൽ ചവിട്ടി. അവൻ വേദന കൊണ്ട് നിലവിളിച്ചു. ഗംഗ പെട്ടെന്ന് ചാർമിയെ നോക്കി. അവൾ മനസ്സിലായതുപോലെ തലയാട്ടി. പെട്ടെന്ന് അവളുടെ ഫോണിൽ ഒരു പാട്ട് വെച്ചു. അതിൽ നിന്ന് ഉച്ചത്തിൽ പാട്ട് കേട്ടു. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ. ആ പാട്ട് കേട്ടതും ഗംഗ ജാവേദിൻ്റെ നെഞ്ചിൽ ചവിട്ടി നിന്ന് നൃത്തം ചെയ്തു. കാർത്തി അത് കണ്ട് അന്തം വിട്ടു. എല്ലാവരുടെയും മുഖഭാവം അതുതന്നെയായിരുന്നു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ശങ്കിച്ചു നിന്നു. ഒടുവിൽ സ്ഥലകാലബോധം വന്നതുപോലെ അവർ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. 3 പേർ ഒരുമിച്ചാണ് അവളുടെ അരികിലേക്ക് വന്നത്. ഫൈറ്റിൽ ചെറുപ്പം മുതൽ നല്ല ട്രെയിനിങ് നേടിയിരുന്ന അവൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അവൾ നൃത്തം ചെയ്യുന്നതിനിടയിൽ തന്നെ അവരെ തൊഴിച്ചു വീഴ്ത്തി. മൂന്നാമൻ കാർത്തി അടിച്ചു വീഴിക്കുമ്പോൾ എഴുന്നേറ്റ് വന്നവൻ കാർത്തിയുടെ കഴുത്തിൽ പിടിക്കാൻ വന്നു. കാർത്തി അവൻ്റെ ഇരു കൈകളും ചേർത്ത് പിടിച്ചു. അവൻ്റെ പിടുത്തത്തിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ ഗുണ്ട അലറി. അവൻ്റെ കൈയുടെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം പുറത്തേക്ക് കേട്ടു. ജാവേദിൻ്റെ വാരിയെല്ലുകൾ പൊട്ടുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ തുറച്ച് പുറത്തേക്ക് വന്നു. വായിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകി. അവളുടെ മനസ്സിൽ അത്രയും കാലം സൂക്ഷിച്ചിരുന്ന പക പതിയെ പതിയെ അലിയാൻ തുടങ്ങി. അവൾ അവളെ തന്നെ മറന്ന് നൃത്തം ചെയ്യുകയായിരുന്നു. ആ പാട്ട് കേട്ട് എല്ലാവരും അവൾ അവനെ കളിയാക്കുകയാണ് എന്ന് മനസ്സിലായി. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് താഴേക്കിറങ്ങി. പിന്നെ അവളുടെ വലതുകാൽ അവൻ്റെ വയറിൽ ചവിട്ടി. പിന്നെ പതിയെ പതിയെ അത് താഴേക്ക് നീങ്ങി. അയാളുടെ മുഖം ഭയം കൊണ്ട് വിളറി. ഇനി ഒരാളുടെയും കൂടെ കളിക്കാൻ നിനക്ക് കളിപ്പാട്ടം ഉണ്ടാവരുത്. അവൾ അവിടെ കാലുകൾ വെച്ച് അമർത്തി. അവൻ അലറിക്കൊണ്ട് തല ഉയർത്തി. അപ്പോഴാണ് തെറ്റാലി വെച്ച് അവളുടെ നേരെ ഒരുവൻ ഉന്നം പിടിക്കുന്നത് രാഘവൻ കണ്ടത്. രാഘവൻ അവൻ്റെ നേരെ പാഞ്ഞു ചെല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും ആരോ പിന്നിൽ നിന്നും അവനെ എറിഞ്ഞു വീഴ്ത്തി. എല്ലാവരും അത് ആരാണ് എന്നറിയാനായി പിന്നിലേക്ക് നോക്കി. അത് എബിയായിരുന്നു. പക്ഷേ ഗംഗയെ ഉന്നം വെച്ചിരുന്ന അവൻ്റെ കല്ല് ചെന്ന് പതിച്ചത് മറ്റൊരു ഗുണ്ടയുടെ തലയിലാണ്. ഇതെല്ലാം കണ്ട് സഹികെട്ട് മറ്റൊരു ഗുണ്ട പെട്ടെന്ന് തോക്ക് വലിച്ചെടുത്തു. എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും ഗംഗയെ കൊല്ലരുത് എന്ന് ജാവേദ് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇതുവരെ തോക്കെടുക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. ഗംഗയെ വെടിവെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ രാഘവൻ്റെ നേരെ തോക്ക് ചൂണ്ടി. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നത് കാർത്തി കാണുന്നുണ്ടായിരുന്നു. അവൻ ഇതെല്ലാം കണ്ട് മാനസികമായി തകർന്നുവെന്ന് കാർത്തിക്ക് മനസ്സിലായി. അവൻ ട്രിഗർ അമർത്താൻ തുടങ്ങിയപ്പോഴേക്കും കാർത്തി ഓടി രാഘവൻ്റെ മുമ്പിൽ വന്നു നിന്നു. വെടിയൊച്ച കേട്ട് എല്ലാവരും ഞെട്ടി. വെടിശബ്ദം കേട്ട് വഴിയിലുണ്ടായിരുന്ന പോലീസുകാർ അങ്ങോട്ട് പാഞ്ഞു വന്നു. ആ ഗുണ്ട രണ്ടാമതും തോക്കിൻ്റെ ട്രിഗർ അമർത്തിയപ്പോൾ ഞൊടിയിടയിൽ ഗംഗ അവൻ്റെ തോക്ക് തട്ടിത്തെറിപ്പിച്ചു. പിന്നെ അവൾ കാർത്തിയുടെ നേരെ പാഞ്ഞു. അവൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ചെറുതായി രക്തം കിനിയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നാലെ വന്ന രാമചന്ദ്രൻ്റെ കവിളിൽ രാഘവൻ അടിക്കുന്നത് കണ്ടത്. അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പോലീസുകാർ പെട്ടെന്ന് വണ്ടിയെടുത്തു. ഗംഗ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന തുണി വലിച്ചു കീറി കാർത്തിയുടെ തോളിൽ കെട്ടി. പിന്നെ കാർത്തിയെ താങ്ങി വണ്ടിയിലേക്ക് കൊണ്ടുപോയി. ഒരു പോലീസുകാരനും അവളെ സഹായിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗംഗോ, ഇപ്പോൾ ആശുപത്രിയിൽ പോവേണ്ട ഒരാവശ്യവും ഇല്ല. അവൻ കൂടെ വന്ന പോലീസുകാരോട് തന്നെ വിട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്നാണ് ദേഷ്യത്തോടെ പിന്നാലെ വന്ന രാമചന്ദ്രൻ ഒരു കമ്പി കൊണ്ട് കാർത്തിയുടെ തലയുടെ പിന്നിൽ അടിച്ചത്. ഗംഗ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് തീ പാറുന്നുണ്ടായിരുന്നു. കാർത്തിയെ താങ്ങി പിടിച്ചതുകൊണ്ട് അവൾക്ക് അയാളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അയാൾ MLA ആയിരുന്നതുകൊണ്ട് പോലീസുകാർ അയാളെ പിടിക്കാനൊന്ന് അറച്ചു. രാഘവനും പാർവതിയും സെക്യൂരിറ്റിയും അങ്ങോട്ട് ഓടി വന്നു. പിന്നാലെ എബിയും. മോളെ, നീ വേഗം പൊയ്ക്കോ.
മോനെ ആശുപത്രിയിലാക്ക്. ഇവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. രാഘവൻ രാമചന്ദ്രനെ നോക്കിക്കൊണ്ട് അലറി പറഞ്ഞു. അവൻ എന്തിനാ കാർത്തിയെ അടിച്ചത് എന്ന് ഗംഗയ്ക്ക് അപ്പോഴും മനസ്സിലായില്ല. പോലീസുകാർ വിളിച്ചതനുസരിച്ച് ആംബുലൻസ് എത്തിയിരുന്നു. അതിൽ നിന്ന് എമർജൻസി മെഡിക്കൽ ടീം പുറത്തേക്ക് ഇറങ്ങി. അവർ വേഗം കാർത്തി ആംബുലൻസിലേക്ക് കയറ്റി. കാർത്തിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു, ദേഹം തളരുന്നത് പോലെ. ഗംഗ അവൻ്റെ അടുത്തിരുന്ന് കരയാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഗംഗ കരയുന്നത് അവർ കാണുന്നത്. ഞാനാണ് ഇതിനെല്ലാം കാരണം, എൻ്റെ പക കാരണമ്മ, ഗംഗ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എമർജൻസി മെഡിക്കൽ ടീം ബുള്ളറ്റ് അകത്തുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷെ ബുള്ളറ്റ് അകത്തില്ലായിരുന്നു. ബുള്ളറ്റ് അവൻ്റെ കയ്യിൽ ഒന്ന് പോറിയതേ ഉള്ളൂ. അവർ മുറിവ് പരിശോധിക്കുകയും ഡ്രസ്സിങ് ചെയ്യുകയും എന്തോ ഇഞ്ചക്ഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തലയിലേറ്റ മുറിവ് അവർ പരിശോധിച്ച് മരുന്ന് വെച്ച് കെട്ടി. ആശുപത്രിയിലെത്തിയപ്പോൾ പെട്ടെന്ന് അവനെ സ്കാൻ ചെയ്യാനായി സ്കാനിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. രാഘവൻ അത്യധികം ദേഷ്യത്തോടെ രാമചന്ദ്രൻ്റെ നേരെ തിരിഞ്ഞു. പിന്നെ അവൻ്റെ കരണത്താഞ്ഞടിച്ചു. അടുത്തു നിന്ന് പോലീസുകാരൻ്റെ പോക്കറ്റിൽ നിന്ന് ഗൺ വലിച്ചൂരി അത് രാമചന്ദ്രൻ്റെ നേരെ നീട്ടി. തുടരും.